ഇപ്പോഴല്ലെന്ന്. ഈശ്വരോ, ഇതെന്തൊരു പാട്. കോട്ട് വിട്ടിട്ട് ഇരുത്തുന്നോ വണ്ടിയിൽ തൊഴിലുറപ്പുകാരിലെ കാറിന്റെ ഉള്ളിലേക്ക് എത്തി നോക്കുന്നുണ്ട്. ഇതെന്താ സംഭവം എന്നറിയാൻ. പിച്ചിയും തെച്ചിയും ചൂടി കൊച്ചമ്മിണി പെണ്ണു വന്നാൽ തക്കിളി ചിക്കിളി കൂട്ടി തകിടി കാതേണം. ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഒരു പ്രാന്ത് വട്ടം വീഡിയോ ആണ്. മോനെ, ഇന്ന് ചിറാപൂഞ്ചി സ്പെഷ്യൽ. ഇവളാണ് വണ്ടി ഡ്രൈവർ. അപ്പോൾ നമ്മളെല്ലാവരും കോട്ടറിൽ വിട്ടിട്ട് ഒരു നിർബന്ധം ഇന്ന് ചിറാപ്പൂഞ്ചി പോകണം. ചിറാപ്പൂഞ്ചി ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ ചിറാപ്പൂഞ്ചി. അപ്പൊ കോട്ടറിലോ സഞ്ചി എടുത്തിട്ടോ ബാഗ് എടുക്കുക പറഞ്ഞേ. അപ്പോൾ നമ്മൾ കുറച്ച് അപ്പുറത്തേക്ക് പോകണം. നമ്മൾ വണ്ടിയിൽ പോയിട്ട് വേണം അപ്പുറത്ത് കണ്ടത്തിലെത്താൻ വേണ്ടിയിട്ട്. ലെങ്തിലായിട്ടുള്ള നമ്മൾ രണ്ടാളും വള്ളിയും ഇവർ രണ്ട് കളർഫുൾ ആയിക്കോട്ടെ വെച്ചിട്ടാണ്. അപ്പോൾ ആ വെച്ചോട്ടെ ഒന്നും മനസ്സിലാവുന്നില്ല. വെച്ചോട്ടാ മോൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഈ പ്രാന്തുള്ള കൂട്ടത്തിൽ കുടുങ്ങിപ്പോയേ? നോക്കിയാ ഇപ്പൊ കാണുന്ന നിങ്ങളുടെ ഇത് എന്ത് വട്ടാന്നല്ലേ? രക്ഷയില്ല. നിങ്ങൾ വിചാരിക്കും ഇത് ശരിക്കും ഇവരിക്കലെന്നാന്ന് വട്ടാന്നോ? പക്ഷെ എനക്ക് പറയാനുള്ളത് ശരിക്കും വട്ടന്നെയാണ്. വേറെ എന്തെന്നാ ഇന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ ഒരു തൂക്കം ആ ഒരു 5.5 ഫലിതം. വരൂ എന്നാ വണ്ടിക്കേരി. നീ സ്കൂട്ടി എടുത്തിട്ടായിരുന്നു? എടൂ ഇങ്ങനെ സ്കൂട്ടി എടുത്തിട്ടാ? ശേഷം നീ ബുള്ളറ്റ് എടുക്ക്. എടുക്കാൻ പറ്റില്ല, അമ്മയുണ്ടല്ലേ നമുക്ക് ഞാൻ വിചാരിച്ച അമ്മ വന്നിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നു. ഞാൻ അമ്മ കേറാ അങ്ങോട്ട് ഇരിക്കറോ തന്നോട്. അപ്പൊ നമ്മള് റെയിൻകോട്ടിൽ ഇട്ടിട്ട് കാറിൽ പോകുന്ന ആദ്യത്തെ ആൾക്കാർ നമ്മളായിരിക്കും കേട്ടോ. അപ്പം നമ്മള് ഇതിന്റെ കുറച്ച് താഴെ നല്ല സ്ഥലമുണ്ട് റോഡിലുള്ള ഉള്ള. അപ്പൊ ആ ഏരിയ പോകാൻ വേണ്ടി കേട്ടോ. ഇതാ തൊഴിലുറപ്പുകാരിലെ കാറിന്റെ ഉള്ളിലേക്ക് എത്തി നോക്കുന്നുണ്ട്. ഇതെന്താ സംഭവം എന്നറിയാണ്ട്. കാറ് ചോർച്ചയുണ്ട് സംഗീതട്ടാ. നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ടാ. വീടിന്റെ ഒരു 500 മീറ്റർ ഇപ്പുറം. അമ്മമ്മ കൊടിയും ചൂടിയിട്ട് വെക്കുന്നു. പിന്നെ അമ്മമ്മ എങ്ങനെയൊക്കെ ഉണ്ട് നനഞ്ഞിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതെല്ലാം ഇട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. എന്നാ പിന്നെ തുള്ളിക്കോ, കണ്ടത്തിലേക്ക് തുള്ളിക്കോ, ഒന്നും നോക്കണ്ട, തുള്ളി. ഇതാണ് നമ്മളെ വയല്. നല്ല പക്ഷേ ഇവിടെ എത്തുമ്പോൾ സൂപ്പർ കോമഡി എന്ന് വെച്ചാൽ മഴ അങ്ങ് പോയി കിട്ടി. അങ്ങ് അണിഞ്ഞൊരുങ്ങി വരുമ്പോഴത്തേക്ക് മഴ പോയി. അങ്ങനെ മഴ ഇല്ലെങ്കിലും നമ്മളിപ്പം വന്ന സ്ഥിതിക്ക് നമ്മൾ ഈ കണ്ടത്ത് തുള്ളിയിട്ട് നനഞ്ഞിട്ടെങ്കിലും നമ്മൾ ഒരു എന്താന്ന് റെഡിയാകുന്നുണ്ടോ ചിറാപ്പൂഞ്ചി മഴയത്ത് ആക്കും നമ്മൾ കേട്ടോ. ഈ സ്ഥലം എങ്ങനെ ഉണ്ട്? അടിപൊളിയല്ലേ? പാവം ക്യാമറ സെറ്റ് ചെയ്യുന്ന നമുക്ക് ക്യാമറയിൽ എടുത്തുതരാൻ കുറേ ആളുകൊണ്ട് കുഴപ്പമില്ല. നിന്ന് തുള്ളാതെ മാത്രമല്ല അതെല്ലാം സെറ്റാക്കണം പോയിട്ട്. എൻ്റെ മോൻ പാവം. അയ്യോ മുമ്പിൽ പുല്ലെല്ലാം ട്രാവലും പറിച്ചാളാ, അല്ലെ ക്യാമറയിൽ അതെല്ലാം കൊടുക്കും. എച്ചോട്ടിനെ നോക്കിയിട്ട് പാവം അമ്മേൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. കണ്ടെന്ന് ഉദ്ദേശിച്ചത് വയലാട്ടാ. വയലിലെ ചിറാപ്പൂഞ്ചി കഴിഞ്ഞിട്ട് നമ്മൾ റോഡുമിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ എച്ചുവിനെയും തട്ടിയിരിക്കുന്ന അമ്മ സായിജ ഇന്നത്തെ കമൻറ്റ് തേച്ചു അമ്മ കൊണ്ടുപോടാ. എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന അമ്മ. ഓ മൂത്രയിച്ച് ട്രൗസർ അയച്ചു, അതുകൊണ്ടാട്ടാ തോർത്തോണ്ട് ഇങ്ങനെ പൊത്തി കൊടുത്തിന് വലിയ വീഡിയോ എടുക്കും ചെറിയാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് ഇത്രയും എടുത്ത് ഇനി നമ്മൾ റോഡിൽ നിന്ന് ഇങ്ങനെ ഓടിക്കളിക്കും. അടുത്ത എനിക്ക് എന്നാ മനെ എന്നാ പിന്നെ സായിജ അടുത്ത സ്റ്റാർട്ട്. എന്തല്ലോ കളിക്കുന്നുണ്ട്. വീഡിയോ എടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പാവം. ഒരു റീലിന് വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടായി കാണുന്നത് വെച്ചു. കറക്കി തായിടൈന വലിച്ചു ചാടി. അയ്യോ ഇതെല്ലാം നിങ്ങൾ തന്നെ കാണേണ്ടെന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ വിഷമം ഉണ്ടാവും എനിക്കറിയാം. എന്തു പറയാനാ, ഇതെല്ലാം നമ്മളെ ചാനലും ഇതെല്ലാം കാണുന്നവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനക്കും ആലോചിക്കുമ്പോൾ വിഷമമുണ്ട്. കാരണം ഇതെല്ലാം നിങ്ങൾ കാണണ്ടേന്ന് ആലോചിക്കുമ്പോൾ നമ്മളെ കറക്കി അതൊന്നും കിട്ടിയില്ലല്ലോ. ആ മുഖം കണ്ടാരെ ഒന്നും കിട്ടിയില്ല. പാട്ടിലോട്ട് വരുമ്പോ സംഭവം നൈസായിരിക്കും കേട്ടോ കാണാൻ. ആ പ്രതീക്ഷയുള്ളത് കണ്ടറിയാം. അതാണ് ഒരു കഷ്ടപ്പെടുന്നുണ്ട് റീലിന് വേണ്ടിയിട്ട്. സ്വന്തം കുട്ടീനെ വരെ ബ്രേക്ക് സമയങ്ങളിൽ വന്നിട്ട് എടുത്തിട്ട് എന്തായി അതിലൂടെ കൻവീന്റെ കോട്ടിന്റെ കയ്യും കയറിപ്പോയി കേട്ടാ. പാവം. അയ്യോ എന്റെ ഒരു കൈ എവിടെയാണ്?
സംഭവം നമ്മളെ സംഭവം എല്ലാം കഴിഞ്ഞു. അതായത് നമ്മളെ റീലിന് വേണ്ടിയിട്ടുള്ളതെല്ലാം എടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അവർ ഓക്കെന്തോ സ്പെഷ്യലായിട്ട് എന്തോ രണ്ട് കുട്ടികളുണ്ട്. അപ്പൊ അവരെ റീല് മാത്രം നമുക്കൊരു ചിറാപ്പൂഞ്ചി മഴയത്തേ വേണ്ടു, അതിനുള്ളത് നമ്മൾ എടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ മെയിനായിട്ട് 2 കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു വാശി, അവർക്ക് എന്തോ സ്പെഷ്യലായിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ട. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കളിക്കുമെന്ന് വിചാരിക്കുന്നത്. ഓൻ്റെ കോട്ട് കീറിപ്പോയി അതിലിടക്ക്. പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ക്ലാസ്സെല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട്. ഓ സൂപ്പർ, എല്ലാം മനസ്സിലായിട്ടില്ലേ? എനിക്ക് കറക്റ്റ് മനസ്സിലായിനാ? ഇല്ല ഒന്നും കൂടി ചോദിച്ചോ, പറഞ്ഞു തരൂ. ഇല്ലപ്പാ ഇതിന്റെ പാട്ടേതാടാ? ഇങ്ങോട്ടേക്ക് പോയിക്കോ, ഇങ്ങോട്ടേക്ക് പോയിക്കോ. ഇങ്ങനെയൊന്നും അല്ലടാ. തുമ്പീരെ കൊണ്ട് കല്ലടി. എന്നാലേ അവൻ 2 സ്റ്റെപ്പ് അധികം ഇട്ടാലും കവറാവും. നീ കുറച്ച് പുറകോട്ടേക്ക്. റെഡി? അവൻ തുള്ളിക്കോ. തുള്ളി. നോക്കൂ, അങ്ങ് പോന്നേരറിയാം. അവര് സ്കൂട്ടിയിൽ മാത്രമേ വരും പോലും, ഒന്നിച്ചിട്ടേ വരുമെന്നാ പറയുന്നത്. സീറ്റ് ബാക്കിൽ മൊത്തം കാലി, എന്നിട്ട് ഇരിക്കുന്നില്ല. അയ്യോ നമ്മള് സ്കൂട്ടിയിൽ വരും. അവർക്ക് സ്കൂട്ടി നമ്മള് ചായ കുടിക്കാൻ വേണ്ടി പോകാം കേട്ടോ. നമ്മളെ അവര് ചായ കുടിച്ചിട്ട് നമ്മള് വരുമ്പോ പുറത്തിറങ്ങിട്ട് ആയിക്കോ, എന്നിട്ട് വരുമ്പോ നാളെ അവരെപ്പഴും വരും. അവരെപ്പരം വരുമ്പോ ആ സ്കൂട്ടിയിൽ വരുമെന്നാ പറയുന്നത്. എന്നാ മോനെ എന്നാ ഓക്കെ. പഴംപൊരിയും ചായയും ചിറാപ്പൂഞ്ചി എല്ലാം കഴിഞ്ഞ് നേരെ വന്ന് ഉള്ളിയിൽ വന്ന് ഒരു ഗ്ലാസ് ചായയും കോട്ട് വിട്ടിട്ട് ഇരുന്ന് നോക്കറോ വണ്ടിയിൽ ഇറങ്ങിയ പാടനെ ചോദിക്കട്ടെ ഇതെന്നാ വണ്ടിയിൽ. അവൻ്റെ വണ്ടിക്ക് ചോർത്തിയാന്ന് തോന്നുന്നു വരുന്നത്. അപ്പോൾ ചായയും കുടിച്ച് നമ്മൾ ഇന്നത്തെ പരിപാടിയുടെ ക്ലോസ് ചെയ്യട്ടെ. മഴ ചായ തട്ടുകയാണ്. അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇങ്ങ് വീട്ടിലേക്ക് എത്തിയേട്ടാ. ഒന്നുമില്ല, നിങ്ങൾക്ക് കാണുന്നവർക്ക് വട്ട് വീഡിയോ എന്തെങ്കിലും ചിലപ്പോൾ തോന്നും, ഒന്നും വിചാരിക്കരുത്. വെറുതെ വൈകുന്നേരം ഒരു റീലെടുക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. ദൂരെ നല്ല പോയി കേട്ടോ. നമ്മളെ സ്ഥലം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. തൊട്ടടുത്തെന്ന് വെച്ചാൽ 500-600 മീറ്റർ അപ്പുറമാണ് സ്ഥലം. നമ്മൾ വണ്ടിയിലെടുത്തിട്ട് വീടിന് എല്ലാവരും കൂടി പോകുന്നതുകൊണ്ടാണ്. പിന്നെ അതേ വീട്ടിലുള്ള അതേ കോലത്ത് പോയതല്ലേ. പിന്നെ പോയടുത്തുനിന്ന് കണ്ടില്ലേ, നമ്മളൊന്ന് ടൗണിൽ വരെ ഉള്ളിൽ വരെ പോയി ഒന്ന് ചായയും കുടിച്ചിട്ട് ഇങ്ങോട്ട് വന്ന്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വെറുതെ എന്ന് വെച്ചാൽ വെറുതെ എടുത്ത ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരോടും ബൈ.